20ഓളം കറവ പശുക്കൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. ഇന്ന് ഒരു കറവ പശു പോലും ഇദ്ദേഹത്തിനില്ല. പശുക്കളില്ലാത്ത ഈ കാലിത്തൊഴുത്തിൽ പശുക്കൾ ഇല്ലാതായതിൻ്റെ കഥ ഈ മനുഷ്യൻ ഒരു മനോസിന് മുന്നിൽ പങ്കുവച്ചു. ഇരുപതോളം കറവ പശുക്കളെ വളർത്തിയിരുന്ന ഒരു മനുഷ്യനാണ് ഇന്ന് ഒരു മനോസിനോടൊപ്പം നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പം കറവ പശുക്കൾ ഒന്നും തന്നെയില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. അത് ഒരു മനോസിനോട് അദ്ദേഹം പറയുന്നതായിരിക്കും. ചേട്ടാ നമസ്കാരം. കുറെ നാളുകൾ കൊണ്ട് ഈ കറവ പശുക്കളെ വളർത്തിയതാണല്ലോ. ഞാൻ എൻ്റെ പേര് വേലായുധൻ പിള്ള എന്നാണ്. ശ്രീനിലയം ഇലിപ്പക്കുളം 1-ാം വാർഡിലാണ് താമസിക്കുന്നത്. ഞാൻ ഗൾഫിലായിരുന്നു, ബോംബെയിലായിരുന്നു. അത് കഴിഞ്ഞ് ഗൾഫിൽ പോയി 28 വർഷം അവിടെ ജോലി ചെയ്തു. ഞാൻ 2003 ലാസ്റ്റാണ് കേരളത്തിൽ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ പശുവിനെ വളർത്തിയാൽ എന്താ നല്ല ആദായമുള്ളതല്ലേ, നമ്മുടെ വീട് പുലർന്നു പോകല്ലോ എന്ന് വിചാരിച്ചു. അന്നേരം ഞാൻ അങ്ങനെ പശുവിൻ്റെ പരിപാടി തുടങ്ങി. പശു ഉണ്ടായിരുന്നു, എരുമയുണ്ടായിരുന്നു. ഏകദേശം 20 പശുവോളം ഉണ്ടായിരുന്നു എനിക്ക്. അത് നല്ല രീതിയിൽ അന്നാന്ന് ഒരിക്കലും ഈ പശുവിൻ്റെ കറവയിൽ നഷ്ടം വരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചാണകം കിട്ടുന്നുണ്ട്. പിന്നെ കറവിക്കാലിനെ വെക്കണം, പോച്ച പറിക്കാൻ ചാണകം വരാൻ ഒരാൾ വേണം, 2 ആൾ വേണം. നേരത്തെ പശു കുറവുള്ള സമയത്ത് ഞാനൊരു കറവക്കാരനെ മാത്രമേ വെക്കത്തുള്ളായിരുന്നു, ബാക്കിയെല്ലാ പണി ഞാൻ തന്നെ ചെയ്യുമായിരുന്നു. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലാഭം കിട്ടും. അത് കഴിഞ്ഞ് പശു കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതുകൂടാതെ നമ്മൾ ഈ കരയോഗത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനമൊക്കെ വന്നപ്പോഴേ എനിക്ക് സമയം കിട്ടാതായി. അങ്ങനെ പിന്നെ ഒരാളിനെ കൂടെ വെച്ചു, ഒരു കറവക്കാരനെ, അല്ലാതെ ഒരു ജോലിക്കാരനെ ഇവിടെ വെച്ചു. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാന്ന് പറഞ്ഞാൽ രാത്രിയായി ഒരു പശുവിൻ്റെ പ്രസവം വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരെ വിളിച്ചാൽ വരത്തില്ല, സന്ധ്യ കഴിഞ്ഞാൽ വരത്തില്ല. അതാണ് ഒരു മെയിൻ പ്രശ്നം അതാണ്. ഇവിടെ ഒരു പശു ഇവിടെ കിടന്ന് ചത്തു. ഡോക്ടർമാരെ വിളിച്ചു. വേണ്ട ഒരു 2ാമത്തെ പ്രസവമായിരുന്നു. അത് ഞങ്ങൾ പണ്ടൊന്നും വാർത്തയാക്കിയത്. അതോടുകൂടി എൻ്റെ മനസ്സിൽ പിടിച്ചു പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പശുക്കളെല്ലാം കുറച്ച് വിൽക്കാൻ തുടങ്ങിയത്. ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഇപ്പം വരാൻ പറ്റത്തില്ല. പല ഡോക്ടർമാരെയും വിളിച്ചു. ആരുടെയും പേര് ഞാൻ പർപ്പസായിട്ട് പറയുന്നില്ല. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ച ഒരു പശുവിനാണ് സംഭവിച്ചത്. അയാൾ പോലും വന്നില്ല. കാറ് വിടാമെന്ന് പറഞ്ഞതൊക്കെ പോലും വന്നില്ല, ആരും വന്നില്ല. എനിക്ക് വളരെ വിഷമമായി. ഞാൻ പിന്നെ അതിനെ ഇവിടുന്ന് കാര്യമാക്കണ്ടേ, അങ്ങനെ വണ്ടിയിൽ ആൾക്കാർക്ക് കൊടുത്തത് എടുത്തുകൊണ്ട് ഇല്ല, വളർത്തിയിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ആടിനെ വളർത്തി. പശു എന്ന് പറഞ്ഞാലാണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 20 കുറവ് പശു കൂടുതൽ ഉണ്ടായിരുന്നു. ഇതൊരിക്കലും നഷ്ടം വരത്തില്ല. പശുവിനെ വളർത്തുന്ന ആരും എൻ്റെ അടുത്ത് പറയത്തില്ല ഇത് നഷ്ടമാണ്, ഇത് എങ്ങനെ ലാഭം വന്നു ആരും. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. നല്ല രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ, നല്ലൊരു തീറ്റി കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ നല്ല 10 ലിറ്റർ 12 ലിറ്റർ പാലിൽ കുറഞ്ഞ പശുക്കളൊന്നും ഇപ്പം ഇല്ല. പണ്ട് കാലത്തായിരുന്നു 20 പാല് 3 പാല് അത് കിട്ടുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 12 ലിറ്റർ പാല് കിട്ടുമെങ്കിൽ വൈകിട്ട് എങ്ങനെ ഒരു 6-7 ലിറ്റർ പാല് കിട്ടും. ഇപ്പം മൃഗാശുപത്രി രാത്രികാല ചികിത്സകളൊന്നും ഇല്ലല്ലോ ഈ പശുക്കൾക്ക്. അത് അന്നുമില്ലല്ലോ, അന്നുമില്ല. ഇന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഞാനിപ്പം തൽക്കാലം നിർത്തിയതിന് ശേഷമാണ് ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ച് ആടിനെ വളർത്തിക്കളയാണ്. അങ്ങനെ ആദ്യം ഒരു 2 ആടിനെ വളർത്തി. വളർത്തിയാണ്ട് 30 ആളോളം ഉണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് പശുത്തൊഴുത്തിൽ നെയ്യാണ്ടി കിടക്കുന്നത് എല്ലാം പശുത്തൊഴുത്താണ്. മറ്റേ ഇത് വലിയൊരു ഇതിന് തന്നെ ഇതുണ്ടാക്കി തന്നെ എനിക്ക് രൂപ എത്രയെന്നറിയും. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് അപ്പുറത്ത് ഇവിടെ എല്ലാം കിടപ്പാണ്, അതെല്ലാം കാലിയായിട്ട് കിടക്കണം. അത് കഴിഞ്ഞ് ആടിനെ വളർത്തി 30 ആടോളം എനിക്കുണ്ടായിരുന്നു. പെറ്റ് ഒരാട് പ്രസവിച്ച 2 കുട്ടികൾ 3 കുട്ടികൾ കാണും. ഒരു 4 മാസം 5 മാസം ആകുമ്പോൾ ഒരു കുട്ടിയെ കൊടുത്തു കഴിഞ്ഞാൽ 7000 രൂപ കിട്ടും. വലിയ ലാഭമാണ്. ഡോക്ടറെ വിളിക്കാൻ നിൽക്കണ്ട, അതുപോലെ തന്നെ മൂക്കൂത്താൻ ആളിനെ വിളിക്കാൻ നിൽക്കണ്ട, ഒന്നും വേണ്ട. വലിയ അസുഖം വരുന്നില്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പശുവിനെ നിർത്തിയത്. പശു ഉണ്ടായിരുന്നു, എരുമയുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈ കാപ്പിൽ സൊസൈറ്റിയിൽ ഞാനായിരുന്നു നല്ല രീതിയിൽ കൂടുതൽ പാലിളക്കുന്നത്. നല്ല രീതിയിൽ പാലിളക്കുമായിരുന്നു. എനിക്ക് നല്ല പൈസയായിരുന്നു. അതുകൂടാന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുമെന്നറിയാം വീട്ടിൽ വന്ന് പാല് വാങ്ങിക്കാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ചേർക്കത്തില്ല പാലിനകത്ത്, കറന്ന് വെക്കുക, അന്നേരം തന്നെ ആൾക്കാരുടെ മുമ്പിൽ തന്നെ ഒരെണ്ണം കൊടുക്കുകയാണ്. അല്ലാതെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് ആ പരിപാടിയില്ല. അവരുടെ മുമ്പിൽ തന്നെ നടന്നു കൊടുക്കുക. നമുക്ക് വെള്ളത്തിൻ്റെ പൈസ വേണ്ട. ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്രയം കൂടെ ആശ്രയമായിരുന്നു. ഒരുപാട് ആൾക്കാർ എവിടെയും പറയുന്നുണ്ട് പശുവിനെ വളർത്താൻ. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് വളർത്തുന്നത്? ഒന്നാമത് എനിക്കിപ്പം 77 വയസ്സാവുന്നു. ഇനിയിപ്പോൾ എനിക്ക് രാത്രി ഡോക്ടറെ തന്നെ പോകാൻ പറ്റുമോ? വിളിച്ചാലും വരത്തില്ല. അതാണ് പ്രധാന കാര്യം. അതാണ്
എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നേരം ഗവൺമെൻറ്റിന് ജോലിയും കൊടുക്കുകയാണ്. അവർക്ക് നല്ല ശമ്പളമുണ്ട്. പിന്നെ അവർക്ക് വീട്ടിൽ പോയി ചെയ്യേണ്ടത് അതെല്ലാം കുത്തിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 500 രൂപ കിട്ടുന്നില്ല. അതിലൊന്നും പക വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു പശുവിനെ ഒരു കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് 1000 രൂപ തരാൻ 1000 രൂപ. പക്ഷേ രാത്രി ആയി കഴിഞ്ഞാൽ അവരാരും വരുത്തില്ല. അതാണ് കണ്ടീഷൻ. ഇതുകൊണ്ടാണ് എല്ലാവരും പശുക്കച്ചവടം നിർത്തുന്നത്. എനിക്കിവിടെ ഇല്ല പശു. എന്താ ഇഷ്ടം പോലെ പോച്ച കിടപ്പുണ്ട്. ഇപ്പം പോച്ച വല്ലവരൊക്കെ പറിച്ചുണ്ടോ? ഇത് കണ്ടില്ല, ഇവിടെ കിടക്കുന്നുണ്ട്, ഈ കിടക്കുന്നുണ്ട്. വേറെ സ്ഥലം കിടപ്പുണ്ട് പോച്ച കിടക്കുന്നത്. ആൾക്കാരെല്ലാം നിർത്തുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. നാട്ടിലുള്ളവർക്ക് ജോലി ചെയ്യാൻ പറ്റും. എന്നെ കറവയ്ക്ക് തന്നെ തമിഴന്മാരെ വേണം ആശ്രയിക്കാൻ. പാലിന് ലിറ്ററിന് ഒരു 5 പൈസ കൂടിക്കഴിഞ്ഞാൽ ഉടനെ അവർ പറയും എനിക്ക് 1000 എന്നുള്ള 1100 തരാൻ പറയും കറവക്കാരൻ. ഇങ്ങനെ ഈ രീതിയിലാണ്. ഇതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുന്നത്. പിന്നെ സ്വന്തമായിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ 3-4 പശുവുണ്ട്, ഒരു വീട് സുഖമായിട്ട് കഴിഞ്ഞു. ആരും വിളിക്കരുത്. കറവ അവരവരാണ് വീട്ടിലുള്ളത് തന്നെ ചെയ്യുകയാണ്. ശകലം പോച്ച അവരവർ തന്നെ പറിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു വീട് സുഖമായിട്ട് കഴിഞ്ഞു. ഇന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു ആദായമുള്ളത് ഈ പശുവും അതുപോലെ തന്നെ പെറ്റക്കുടിയെന്ന് പറഞ്ഞാൽ എന്ത് കല്യാണം ഉണ്ടെങ്കിലും എവിടെ വേണമെങ്കിലും പോകാമല്ലോ. പശുവായി പിന്നെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് കിട്ടിയാൽ മതി. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംഗതികൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടാണ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്? ഡോക്ടർമാരെ വിളിച്ചാൽ പറയും എനിക്കിപ്പോൾ സമയമില്ല, അല്ലെങ്കിൽ പറയും വീട്ടിലുണ്ടെങ്കിൽ പറയും ഞാനിവിടെ ഇല്ല, ഞാൻ എറണാകുളത്ത് നിൽക്കാമെന്ന് പറയും. നമുക്കിപ്പം പോയി വിളിക്കാൻ പറ്റും, നോക്കാൻ പറ്റും. അവിടെ വീട്ടിലുണ്ടോ എറണാകുളത്ത് നമുക്ക് പറയാൻ പറ്റും. 2004 തുടങ്ങിയ കറവ പശു വളർത്തൽ 2018 നിർത്താനുള്ള പ്രധാന കാരണമായി ഈ മനുഷ്യൻ ചൂണ്ടിക്കാണിക്കുന്നത് മൃഗാശുപത്രികളിലെ പോരായ്മകളാണ്. അപ്പോഴും നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് പശു വളർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിരവധി ആളുകളുമുണ്ട്. പക്ഷേ അവർക്കും പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണെന്നുള്ളതാണ് വാസ്തവം. പശു പ്രസവിക്കാന്ന് പറഞ്ഞാൽ പക പ്രസവിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതിന്റെ സൗകര്യം അനുസരിച്ചാണ് അത് പ്രസവിക്കുക. ആ സമയമാകുന്ന സമയത്ത് പ്രസവിക്കും. ഇപ്പം നമുക്ക് പറയാൻ പറ്റുമോ? ശരി, പശുവെ പക പ്രസവിച്ച് രാത്രി ആയ ഡോക്ടർ വരത്തില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എന്ന് പറഞ്ഞാൽ പല ഡോക്ടർമാരുടെ നമ്പർ ഇവിടെ എഴുതി വെച്ചപ്പോണ്ട്. ഒരാളിനെ വിളിച്ച് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ആളിനെ വിളിക്കും. അത് കഴിഞ്ഞാൽ അതേ കിട്ടിയില്ലെങ്കിൽ അടുത്ത ആളിനെ വിളിക്കും. വിളിക്കുന്നവരെല്ലാം പറയുന്നത് ഇപ്പം രാത്രി ഇപ്പം വരാൻ പറ്റത്തില്ല. ശരി ഡോക്ടറെ, കാറ് വിടാൻ വരാൻ പറ്റുമോ? അത് ബുദ്ധിമുട്ടാണ്. നേരം വിളിക്കിടന്നാണ്. ഇങ്ങനെയൊക്കെയാണ് പശു. മനുഷ്യൻ്റെ മനസ്സിൽ കഴിച്ചു പോകും. പശു എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചത്ത പശു എന്ന് പറഞ്ഞാൽ 75,000 രൂപ ഒരാൾ വന്ന് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ് നിൽക്കട്ടെ, ഇപ്പം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറ്റിപ്പോയതാണ്. എന്ത് ചെയ്യാൻ? അപ്പം രാത്രി കാലങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ മൃഗാശുപത്രിയിൽ ഡോക്ടർ വേണം. അത് കമ്പൽസറി ആയിട്ട് വേണം. അല്ലാതെ ഒരാളില്ല എന്നുണ്ടെങ്കിൽ അത് നേരത്തെ അത് പറഞ്ഞിട്ട് വേറെ ആളിനെ അതിന് പകരം വെക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കന്നാലി വളർത്താൻ തുടങ്ങും. പകരായി തന്നെ അവർ വീട്ടിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ പോകത്തില്ലേ? ഇവിടെ അടുത്തുള്ള മൃഗാശുപത്രി ഏതാണ്? വള്ളികുന്നം മൃഗാശുപത്രി. ഇവിടുന്ന് 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, മണക്കാട്ടിലല്ലേ.